അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പൊട്ടി അടിച്ച് അങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന്. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കൂടാൻ പോകുന്ന ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഞാനും കിച്ചനും മിച്ചിക്കൂറിനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് കിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞുവാവയുടെ മാമോദീസയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ മാമോദീസ് കൂടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ വീഡിയോസിലും ഫോട്ടോസിലും അല്ലാതെ ഞാൻ അങ്ങനെ മാമോദീസ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് കൂടാൻ വേണ്ടി പോവുകയാണ്. കല്യാണം ഞാൻ കൂടിയേക്കുന്ന ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലാണ്ടോ കല്യാണം കൂടിയതായിട്ട് തന്നെയാണ് എൻ്റെ ഓർമ്മ നിലവിൽ. തന്നെ ഭയങ്കര ത്രില്ലിങ് ആണ് കേട്ടോ മാമോദീസ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കിച്ചോന് ലീവാണ് കേട്ടോ. അപ്പോൾ അമ്മയില്ല, അമ്മയും കൂടി കൂടേണ്ട ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അമ്മ ഒരു ദൂരെ അമ്പലത്തിൽ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാനും കിച്ചോന് ലീവ് എടുത്തെന്ന്. അപ്പോൾ നമ്മളിത് പള്ളിയിലെത്തി. അപ്പോൾ അകത്ത് എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ കിച്ചോറിന് ഒന്ന് ഫോൺ കോൾ വന്നു. അപ്പോൾ കിച്ചോനത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇച്ചിക്കൂറിന് അതും ഇതൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം അകത്തുണ്ടോ. അപ്പോൾ എന്തോ ഒരു പ്രാർത്ഥന നടക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ ഇച്ചിക്കൂട്ടൻ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. അകത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ 2-3 കുഞ്ഞുവാവയുടെ മാമോദീസ ഉണ്ട് കേട്ടോ. പിന്നെ അവർക്ക് അപ്പമൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ മറ്റേ പ്രാർത്ഥനയും കാര്യങ്ങളും എന്തൊക്കെയോ കേട്ടു കേട്ടോ. നമ്മൾ കുറേ നേരം കേട്ടോണ്ട് അടിപൊളിയായിരുന്നു. പ്രസൻറ്റ് മൂഡായിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കുറച്ച് എഴുന്നേറ്റിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറയുമ്പോൾ നമുക്കറിയില്ല. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാവരും എഴുന്നേറ്റിക്കും. എല്ലാവരും എഴുന്നേക്കുന്നതിൻ്റെ കൂടെ ഞാനും എഴുന്നേറ്റിക്കും. ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞാൻ കൂടുതലും പിന്നെ പോയേക്കണം നമ്മുടെ കോതാങ്കലം പള്ളിയിലില്ലേ, അവിടെ പള്ളി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പള്ളി പെരുന്നാളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ലാതെ വേറെ എങ്ങനെ പള്ളി പോക്ക് അങ്ങനെ കുറവാണ്. കഴിഞ്ഞ് മാമോദീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ കിച്ചിക്കൂടിനാണ് ചേട്ടൻ്റെ തോളത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടെ അപ്പുറം നടന്നു പോയിരുന്നുണ്ട് കേട്ടോ. അപ്പം ചേച്ചിയും ചേട്ടനും കാണിച്ചു തന്നില്ല. അപ്പോൾ ആദ്യം നിന്നത് അവരായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവരെ കാണിച്ചു തരാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അതേ നിൽക്കുന്നത് ഞാൻ ആൻസി ചേച്ചി, കിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ മാമോദീസ് എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇച്ചിക്കൂടിനെ രാവിലെ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ല. നമ്മൾ രാവിലെ തന്നെ അങ്ങ് പോകുന്നതുകൊണ്ട് അപ്പോൾ വെല്ലിച്ച ബൈക്കിലാണ് കേട്ടോ വന്നത്. അപ്പോൾ വണ്ടിയിൽ ഇന്നിപ്പോൾ വെല്ലിച്ചേനെ കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വലിയ കാര്യമായിട്ട് വിളിക്കുക, വെല്ലിച്ചേ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. ചേട്ടനോട് ബൈക്കിൽ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലോട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം മറന്നു പോകുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടൊരു മാമോദീസ് കൂടിയേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ആദ്യമായിട്ട് കൂടിയിട്ടിട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് അവിടെ ആയാലും ക്രിസ്ത്യൻസ് കുറവാണ്. പിന്നെ ഹിന്ദുസ് പിന്നെ മുസ്ലിംസ് ഇത്ര കല്യാണമാണ് കൂടിയിട്ടുള്ളതും ഉള്ളൊക്കെ പോയിട്ടുള്ളതും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകുന്നപ്പോൾ നല്ല അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിക്കൂടെ രാവിലെ കിടന്ന് ഉറങ്ങാത്തതുകൊണ്ട് വീട്ടിലോട്ട് പോരാൻ നേരത്തെ ചെക്കൻ്റെ കാറിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തി. അപ്പോൾ കിച്ചറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ചേട്ടൻ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഐസ്ക്രീം കോണ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. മുളി മഴയായിരുന്നു കേട്ടോ. അപ്പം മഴയത്ത് ഐസ്ക്രീം ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീലല്ലേ. അപ്പോൾ കിച്ചറിന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമുക്ക് നേരെ പോയിരുന്ന ഐസ്ക്രീം തട്ടാം കേട്ടോ. പിച്ചിക്കൂട്ടം കിടന്ന് നല്ല ഉറക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അവനങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഈ ഒരു മഴയുടെ സമയം കൊണ്ട് പിന്നെ നോക്കുക വേണ്ട. അന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ.